ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 26 ആണ് കേട്ടോ. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, 5ാമത്തെ. അപ്പോൾ ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല, ഓട്ടം പോയേക്കാണ്. രാവിലെ ഫോണിൽ വിളിച്ച് വിഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് സനുവിൻ്റെ അംഗനവാടിയിൽ ഇന്ന് റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് പതാക ഉയർത്തലുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ കാണാം കേട്ടോ. സനു ഇങ്ങോട്ട് തിരിഞ്ഞ ഡ്രസ്സൊന്നും നോക്കട്ടെ. ഇന്ത്യ മര്യാദയ്ക്ക് തിരിയും, കണ്ടില്ല, മര്യാദയ്ക്ക് തിരിയും. അങ്ങനെ ഞങ്ങൾ അംഗനവാടി എത്തി. ചെന്ന് കയറിയുടെ താമസം സനു ദേ ഇതിൽ കളിക്കാൻ തുടങ്ങി കേട്ടോ. സനുവിനും ശിവുനും ദേ ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ചെന്നൊരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മെമ്പറൊക്കെ എത്തിയായിരുന്നു. അങ്ങനെ ദേ ഞങ്ങൾ പതാകയൊക്കെ ഉയർത്താണ്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെഡിങ് ആനിവേഴ്സറി പോലെ എന്ത് പറയാനാണ്? ഒന്നും പറയാനൊന്നുമില്ല പ്രത്യേകിച്ച്. എന്തെങ്കിലും പറ. പിന്നെ ആൾ അവിടെ ഇരുന്ന് എന്നെ നന്നായിട്ട് ഇങ്ങനെ വാരുമായിരുന്നു കേട്ടോ. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ സമ്മതിച്ച് അങ്ങനെ കൊടുത്തോണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം താഴേക്ക് പോയി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ഇഡ്ഡലിയും ചമ്മന്തി ആയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അതൊക്കെ കഴിച്ചു. ടി വിയും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ചീര അമ്മ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നാക്കി കൊടുക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. നല്ല ചീരയായിരുന്നു കേട്ടോ. സാധാരണ ഞങ്ങളങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കാറുണ്ടായിരുന്നില്ല. ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി മാത്രമേ ആഘോഷിച്ചിരുന്നുള്ളൂ. പിന്നീടൊന്നും അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് കേക്ക് മുറിക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരെണ്ണം. അപ്പോൾ ആൾ 10 മണിയാകുമ്പോഴത്തേക്ക് കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സൺഡേ ആയതുകൊണ്ട് തന്നെ സനുവിനെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോകണം. അപ്പോൾ തിരിച്ച് വരുമ്പോൾ മുറിക്കാമെന്നാണ് കരുതിയത്. അപ്പോഴേട്ടോ ഞാൻ ആ കാഴ്ച കണ്ടത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി മാങ്ങ പറിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതൊന്ന് പോയി നോക്കാമെന്ന് കരുതി ചെന്നതാണ്. അപ്പോഴത്തേക്കും ഒരുവിധം പറിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സനുമോളെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ ഈ മാങ്ങ തിന്നതിന് ഒരു കണക്കും ഉണ്ടായിരുന്നില്ല. അത്രത്തോളം തിന്നു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ പോയി. അവിടെ ചെന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ടീച്ചർ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അതേതാ തൃപ്പതാഗി എങ്ങനെയാ? തൃപ്പതാഗി എങ്ങനെയാ? പതാക എങ്ങനെയാ? പതാക അത് അർത്ഥപത. ഓക്കെ. തൃപ്പതാക, അർത്ഥപതാക, 2 വിരല്. 2 വിരല്. നേരെ ഇരിക്കും. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ടീച്ചർ എത്തി. അങ്ങനെ സനു ഒന്നിതേ നല്ല മിടുക്കിയായിട്ട് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ആൾക്ക് ഡാൻസ് പഠിക്കാനും കളിക്കാനും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്ക് മടിയാവും. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ കളിക്കും. അങ്ങനെയാണ് സാധാ. പക്ഷെ ചെല്ലുമ്പോൾ തന്നെ കളിക്കാൻ നല്ല മൂടാണ് കേട്ടോ. അപ്പോൾ ഇത് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് സനുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കിവി. നമ്മുടെ ഇതിനു മുമ്പുള്ളൊരു വ്ളോഗിൽ ഞാൻ ആളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ 2 പേരും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഡാൻസ് ക്ലാസ്സിലും അംഗനവാടിയിലൊക്കെ പോകാറ്. അങ്ങനെ 2 പേരും കൂടി ഒരുമിച്ച് ഇന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ കേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ കേക്ക് ചെയ്തത് കേക്ക് ആർട്ട് ബൈ നെജുമുനിസ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ പേജ് ഒന്ന് നോക്കിയാൽ മതി. കസ്റ്റമൈസ് ചെയ്ത് തരും. ആളെനിക്ക് വീട്ടിൽ കൊണ്ട് തന്നു കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ആളുടെ വീട്. നല്ല കേക്കായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല. അങ്ങനെ ഞങ്ങളിതേ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇതേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. സനുമോക്ക് കേക്കെന്ന് വെച്ചാൽ ജീവനാണ് കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിള്ളേർ 2 പേരും ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ. അവർ ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമായിട്ട് ഞങ്ങളൊന്ന് ഔട്ടിങ്ങിന് പോകുന്ന പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 5:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോവാണ്. നമ്മുടെ നോർത്ത് പറവൂരിലുള്ള ആനച്ചാൽ എന്ന സ്ഥലത്തെ ബാബ ഹട്ടിലേക്കാണ് കേട്ടോ നമ്മൾ പോണത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണെന്ന് കേട്ടു. എന്നാൽ പിന്നെ അവിടെ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. പോകുന്ന വഴി ഞങ്ങൾ ചെറിയൊരു കടയിൽ കയറി പരിപ്പോടിയും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. നേരെ സന്ധ്യ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് ലേറ്റായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ 12 മണി വരെ ഉണ്ടായിരുന്നു.
സാനുവിൻ്റെ കണ്ണത് നേരെ പോയത് ഈ ബോട്ടിങ്ങിലേക്കാണ്. ഞങ്ങൾ വാഗമണിൽ ട്രിപ്പ് പോയപ്പോൾ ആളിത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് അന്ന് മുതൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് ആളിങ്ങനെ വാശി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ സൈത്തേട്ടൻ്റെ ആദ്യം പോയി നോക്കാം കേട്ടോ എങ്ങനെയാണെന്നൊക്കെ. അത്യാവശ്യം കളിക്കാനുള്ള റൈഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മാറ്റി ബോട്ടാക്കാൻ മാറ്റണ്ടേ? കുറച്ചധികം നേരം സാനുമോൾ അതിനകത്ത് ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് മതിയെന്ന് പറഞ്ഞു. പക്ഷെ ആൾ പറഞ്ഞപ്പോൾ ആ അറ്റത്തായിരുന്നു നിന്നിരുന്നത്. അപ്പം എന്തേ ഒരു തോട്ടി വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് കൊണ്ടുവരാണ്. ഞാൻ സാനുവിനെ നോക്കി ഇവിടെ നിന്നപ്പോഴത്തേക്കും ചേട്ടൻ ശിവുവിനെ കൊണ്ട് ഇതേ ഇതിൽ വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ശിവുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇറങ്ങാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം ഇതിനകത്തിരുന്ന് കളിച്ചായിരുന്നു. അത് കഴിഞ്ഞ് സാനു ദേ ഈ വണ്ടിയിൽ കയറാൻ വേണ്ടി പോയി. എനിക്കിവിടുത്തെ മെയിൻ അട്രാക്ഷനായിട്ട് തോന്നിയത് നമ്മുടെ ബോട്ടിങ്ങിനും ഈ ഒരു വണ്ടിക്ക് മാത്രമേ ഇവർ വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള ചാർജ് ഈടാക്കുന്നുള്ളൂ. വേറെ ഒന്നിനും ഇവിടെ ചാർജ് ഇല്ല കേട്ടോ. ഈ ഒരു വണ്ടിയിൽ കയറാൻ തന്നെ ഇഷ്ടംമാതിരി പിള്ളേർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. സാനു നിന്ന് ക്ഷമ കെട്ടായിരുന്നു സത്യത്തിൽ. ലാസ്റ്റ് ഇതേ ആൾ കയറിയപ്പോൾ ഹാപ്പിയായി. രണ്ടുപേരെയും കൂടി ഒരുമിച്ചിരുത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ സാനുവിനെ കയറ്റാമെന്ന് കരുതി. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഷെയ്ക്ക് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളതേ ഒരു ഷെയ്ക്ക് കഴിച്ചു. സാനുവിന് ഷെയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. അപ്പോൾ ശിവുവിനും അത് തന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ആളും ദേ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ രീതിയിൽ ഫുഡ് ഐറ്റംസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഷേക്ക്, ജ്യൂസ്, ഐസ്ക്രീം അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിച്ച് വന്നതിന് ശേഷം എന്തെങ്കിലും നമ്മൾ ശിവുവിനെ കൂടി ഈ വണ്ടിയിൽ കയറ്റിട്ടോ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്ന ആളിരിക്കുമെന്ന്. പക്ഷെ ഒരു കുഴപ്പം ഉണ്ടായില്ല കേട്ടോ. ആൾ നല്ല അടിപൊളിയായിട്ട് ഇരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ കൈയൊക്കെ വിട്ട് എനിക്ക് ടാറ്റയൊക്കെ തന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സനുമോൾക്ക് ഒരു പ്രാവശ്യം കൂടി കയറണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും അവളെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ശിവുവിനോട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചപ്പോൾ സൂപ്പറാന്നൊക്കെ പറയാണ്. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു, ഇനി കയറണമെന്ന് വെച്ചപ്പോൾ കയറണം എന്നാട്ടോ ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഗൈസ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റ ബൈ ബൈ.